ആൻഡ് ബെയർ ഇൻഫിനിറ്റീവ്സ് എന്ന ടോപ്പിക്കാണ്. അതിലെ ബെയർ ഇൻഫിനിറ്റീവ്സ് ആണ് ഇന്ന് പഠിക്കുന്നത്. അപ്പൊ എന്താണ് ഇൻഫിനിറ്റീവ്, എന്താണ് ബെയർ ഇൻഫിനിറ്റീവ്? കുട്ടികളെ, ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ വെർബിന്റെ V1 രൂപങ്ങൾക്ക് പറയുന്ന പേര് ബെയർ ഇൻഫിനിറ്റീവ്. വെർബിന്റെ V1 രൂപങ്ങൾക്ക് പറയുന്ന പേര് ബെയർ ഇൻഫിനിറ്റീവ്. V1 എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? വാക്ക്, ഡാൻസ്, സിങ്, ഗോ, അതുപോലെ റൈറ്റ്, ഇങ്ങനെയൊക്കെ പറയുന്ന വാക്കുകളാണ് ബെയർ ഇൻഫിനിറ്റീവ്. എന്നാൽ ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ടു ഇൻഫിനിറ്റീവ് ഫോം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെർബിന്റെ V1 ഫോമിന്റെ മുന്നിലായിട്ട് ടു ചേർത്ത് പറയുന്ന രൂപങ്ങളാണ് ഇൻഫിനിറ്റീവ് എന്ന് പറയാം, അല്ല എങ്കിൽ ടു ഇൻഫിനിറ്റീവ് എന്നും പറയാം. ഇൻഫിനിറ്റീവ് എന്താണ്, അതുപോലെ ബെയർ ഇൻഫിനിറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ V1 രൂപങ്ങൾക്ക്, വെർബിന്റെ V1 രൂപങ്ങൾക്ക് പറയുന്ന പേര് ബെയർ ഇൻഫിനിറ്റീവ്. ടു പ്ലസ് V1 രൂപങ്ങൾക്ക് പറയുന്ന പേര്, അല്ലെങ്കിൽ ടു ഡാൻസ്, ടു ഗോ, അതുപോലെ ടു സിങ്, ഇങ്ങനെ പറയുന്ന രൂപങ്ങൾക്ക് പറയുന്ന പേരാണ് ഇൻഫിനിറ്റീവ് ഫോമുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബെയർ ഇൻഫിനിറ്റീവ് എവിടെയെല്ലാം ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പാഠപുസ്തകങ്ങളിലുള്ള ടോപ്പിക്കാണ്. ഓർമ്മയിലിരിക്കുക, എന്താണ് ഇൻഫിനിറ്റീവ് എന്ന് ചോദിച്ചാൽ വെർബ്, അല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ വെർബിന്റെ V1 രൂപങ്ങൾക്ക് പറയുന്ന പേരാണ് ബെയർ ഇൻഫിനിറ്റീവ്. ഓക്കെ, അല്ലെ? ആദ്യത്തെ റൂളാണ് കുട്ടികളെ നോക്കി, ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, ഹാഡ് സൂണർ. മൂന്ന് വാക്കുകൾ ഏതൊക്കെയാണ്? ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, ഹാഡ് സൂണർ. ഈ മൂന്ന് പ്രയോഗങ്ങൾ കഴിഞ്ഞാൽ എപ്പോഴും V1 ആയിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. ഏതൊക്കെ വാക്കുകള്? ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, ഹാഡ് സൂണർ പ്ലസ് V1. നോക്കിയേ, യു ഹാഡ് ബെറ്റർ ഡാഷ് എ ഡോക്ടർ, യു ഹാഡ് ബെറ്റർ ഡാഷ് എ ഡോക്ടർ. ഇവിടെ ഹാഡ് ബെറ്റർ എന്ന പ്രയോഗം വന്നിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് രൂപം ചേർക്കാം? V1 രൂപം ചേർക്കാം. കൺസൾട്ട് ഓപ്ഷനിലുണ്ട്, ടു കൺസൾട്ട് ഓപ്ഷനിലുണ്ട്, കൺസൾട്ടിംഗ് ഉണ്ട്. ഏത് ചേർത്ത് പറയും? കൺസൾട്ടോട് ഉത്തരമായിട്ട് വരും. അടുത്ത് നോക്കിയേ, യു ഹാഡ് സൂണർ ഡാഷ് ഹോം, യു ഹാഡ് സൂണർ ഡാഷ് ഹോം. ഗോയുണ്ട്, ടു ഗോയുണ്ട്, വെന്റ് ഉണ്ട്, ഗോയിങ് ഉണ്ട്. ഏത് ഉത്തരം പറയുന്നു? നമുക്ക് ഹാഡ് സൂണർ വന്നുകൊണ്ട് ഗോ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ മൂന്ന് വാക്കുകൾ ഏതൊക്കെയാണ്? ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, ഹാഡ് സൂണർ പ്ലസ് V1. ഈ മൂന്ന് വാക്കുകൾ ഏത് കഴിഞ്ഞാലും തുടർന്ന് വരുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കണം? V1 ആയിരിക്കണം, അല്ല എങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ ബെയർ ഇൻഫിനിറ്റീവിന്റെ ആദ്യത്തെ റൂള് പഠിച്ചു. മൂന്ന് വാക്കുകൾ ഏതൊക്കെയായിരുന്നു? ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, ഹാഡ് സൂണർ. കഴിഞ്ഞാൽ എപ്പോഴും V1 ഉത്തരം. എന്നാൽ രണ്ടാമത്തെ റൂളാണ് ഹാഡിനെ മാറ്റിയിട്ട് അതിന്റെ സ്ഥാനത്ത് വുഡ് ആക്കി കൊടുക്കുക. അപ്പൊ മൂന്ന് വാക്കുകൾ നമുക്ക് എങ്ങനെ കിട്ടും? വുഡ് ബെറ്റർ, വുഡ് റാദർ, വുഡ് സൂണർ. ഏതൊക്കെയാണ് വാക്കുകള്? വുഡ് ബെറ്റർ, വുഡ് റാദർ, വുഡ് സൂണർ. കുട്ടികളെ, ഈ വാക്കുകൾ കഴിഞ്ഞാലും എപ്പോഴും വെർബ് ബെയർ ഇൻഫിനിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ V1 ആയിരിക്കും. മൂന്ന് വാക്കുകൾ ഏതൊക്കെയാണ്? വുഡ് ബെറ്റർ, വുഡ് റാദർ, വുഡ് സൂണർ പ്ലസ് V1. നോക്കിയേ, ഐ വുഡ് ബെറ്റർ ഡാഷ് ദാൻ ബെഗ്, ഐ വുഡ് ബെറ്റർ ഡാഷ് ദാൻ ബെഗ്. കണ്ടാ, വുഡ് ബെറ്റർ വന്നിരിക്കുന്നു. തുടർന്ന് വരുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കണം? V1. ഡൈ ഓപ്ഷനിലുണ്ട്, ടു ഡൈ ഓപ്ഷനിലുണ്ട്, അതുപോലെ ഡൈയിങ് ഓപ്ഷനിലുണ്ട്, അതുപോലെ ഡൈഡ് ഓപ്ഷനിലുണ്ട്. ഏത് ഉത്തരം വരുന്നു? ഡൈ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഏതൊക്കെ മൂന്ന് വാക്കുകൾ ഏതൊക്കെയായിരുന്നു? വുഡ് ബെറ്റർ, വുഡ് റാദർ, വുഡ് സൂണർ പ്ലസ് V1. അടുത്ത് നോക്കിയേ, ഐ വുഡ് റാദർ, ഐ വുഡ് റാദർ ഡാഷ് ദാൻ ബൈക്ക്, ഡാഷ് ബൈക്ക് ദാൻ വാക്ക്. ഐ വുഡ് റാദർ ഡാഷ് ബൈ ബൈക്ക് ദാൻ വാക്ക്. നോക്കിയേ, ഇവിടെ ഗോ ഓപ്ഷനിലുണ്ട്, ടു ഗോ ഓപ്ഷനിലുണ്ട്, വെന്റ് ഓപ്ഷനിലുണ്ട്, അതുപോലെ ഗോയിങ് ഓപ്ഷനിലുണ്ട്. ഏത് വരുന്നു? നമുക്ക് വുഡ് റാദർ കഴിഞ്ഞാൽ, വുഡ് റാദർ കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കണം? V1 ആയിരിക്കണം. അതുകൊണ്ട് അവിടെ ഉത്തരം ഏത് വരുന്നു? ഗോ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഇവിടെ ഒരു ചോദ്യം നോക്കി, ബൈക്കിന് മുന്നിലെ ബൈ എന്ന പ്രിപ്പോസിഷൻ ചേർത്ത് പറയുന്നു. വാഹനങ്ങളുടെ പേരിന് മുന്നില് നമുക്ക് എപ്പോഴും എന്ത് ചേർത്ത് പറയാം? ബൈ എന്ന പ്രിപ്പോസിഷൻ ചേർക്കാം. ഏതൊക്കെയാണ്? ബൈ ബസ്, ബൈ കാറ്, ബൈ ബൈക്ക്, ബൈ ഓട്ടോ, ബൈ ജീപ്പ്, ബൈ ട്രെയിന്, ബൈ ഷിപ്പ്, ഇങ്ങനെ നമുക്ക് ചേർക്കാം. ഓക്കെ, അടുത്ത് നോക്കിയേ, ഇവിടെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്, പ്രത്യേകം പഠിച്ചു വയ്ക്കുക. നമ്മൾ ഈ വുഡ് റാദറിന് മാത്രമായിട്ടൊരു പ്രത്യേകതയുണ്ട്. വുഡ് റാദർ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് യു എന്ന സബ്ജക്റ്റ്, വുഡ് റാദർ പ്ലസ് സബ്ജക്റ്റ്,
അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്നത് യു ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പിടിക്കാം, വുഡ് റാദർ യു. വുഡ് റാദർ കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ വെർബ് V1 എഴുതാൻ പാടില്ല, പകരം എന്ത് എഴുതണം? V2 എഴുതണം. അപ്പൊ നമുക്ക് എങ്ങനെ ഇക്വേഷൻ പഠിക്കാം? വുഡ് റാദർ യു പ്ലസ് V2, വുഡ് റാദർ യു പ്ലസ് V2. വുഡ് റാദർ യു ആണ് വരുന്നതെങ്കിൽ തുടർന്ന് വരുന്ന വെർബ് V2 ആയിരിക്കണം. നോക്കിയേ, ഐ വുഡ് റാദർ യു, കണ്ടാ വുഡ് റാദർ വന്നിരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് എന്ത് വന്നിരിക്കുന്നു? യു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തുടർന്ന് വരുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കണം? V2 ആയിരിക്കണം. കൺസൾട്ട് ഓപ്ഷനിലുണ്ട്, ടു കൺസൾട്ട് ഉണ്ട്, കൺസൾട്ടഡ് ഉണ്ട്, നണ്ണ്. ഉത്തരം കൺസൾട്ടഡ് അവിടെ ഉത്തരമായിട്ട് വരും. ഇപ്പൊ രണ്ടാമത്തെ റൂൾ എന്തെന്നൊക്കെ പറഞ്ഞു? വുഡ് റാദർ, വുഡ് സൂണർ, വുഡ് ബെറ്റർ പ്ലസ് V1 ആണെന്ന് പറഞ്ഞു. ഇനി എന്നാ വുഡ് റാദർ യു കഴിഞ്ഞാൽ V1 എഴുതരുത്, പകരം V2 ഉത്തരമായിട്ട് എഴുതണം. അടുത്ത നമ്മൾ നോക്കുന്നത് ബെയർ ഇൻഫിനിറ്റീവിന്റെ മൂന്നാമത്തെ റൂളാണ് നോക്കുന്നത്. ആദ്യ രണ്ട് റൂളുകൾ പറഞ്ഞിരുന്നു, ഇനി മൂന്നാമത്തെ റൂളാണ്. നോക്കിയേ, റാദർ ദാൻ, സൂണർ ദാൻ. രണ്ട് വാക്കുകൾ ഏതൊക്കെ? റാദർ ദാൻ, സൂണർ ദാൻ. ഈ രണ്ട് വാക്കുകൾ കഴിഞ്ഞ് ഡാഷ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ബെയർ ഇൻഫിനിറ്റീവ് ഉത്തരമായിട്ട് വരും. ഏതൊക്കെയാണ് വാക്കുകൾ? റാദർ ദാൻ, സൂണർ ദാൻ പ്ലസ് V1. റാദർ ദാൻ, സൂണർ ദാൻ പ്ലസ് V1. ഓപ്ഷൻ നോക്കിയേ, ചോദ്യം നോക്കിയേ. I would rather than dash home. I would rather than dash home. Go ഓപ്ഷനിലുണ്ട്, to go ഓപ്ഷനിലുണ്ട്, went ഓപ്ഷനിലുണ്ട്, അതുപോലെ going ഓപ്ഷനിലുണ്ട്. ഉത്തരം വരുന്നു. അപ്പൊ നമുക്ക് rather than എന്ന വാക്ക് വന്നിരിക്കുന്നുണ്ട്, നമുക്ക് അവിടെ ഉത്തരം ഏത് വരുന്നു? go അവിടെ ഉത്തരമായിട്ട് വരുന്നു. would rather വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കത് ചിന്തിക്കാം. ഓക്കെ, അപ്പൊ rather than, sooner than കഴിഞ്ഞാൽ എപ്പോഴും V1 ഉത്തരമായിട്ട് വരും. അടുത്ത റൂൾ നോക്കിയേ, നാലാമത്തെ റൂളാണ് മൊഡാൽ ഓക്സിലറി വെർബ്. MAV എന്ന് പറഞ്ഞാൽ മൊഡാൽ ഓക്സിലറി വെർബ്. ഏതൊക്കെയാണ് കുട്ടികളെ മൊഡാൽ ഓക്സിലറി വെർബ്? വില്ല് മുതൽ ഓട്ടിറ്റു വരെ വരുന്ന ഓക്സിലറിക്ക് പറയുന്ന പേരാണ് മൊഡാൽ ഓക്സിലറി വെർബ്. വില്ല് മുതൽ ഓട്ടിറ്റു വരെ വരുന്ന ഓക്സിലറിക്ക് പറയുന്ന പേര് മൊഡാൽ ഓക്സിലറി വെർബ്. ഏതൊക്കെയാണ്? വില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, യൂസ്ഡ് ടു, ഡയർ, നീഡ്, ought to. ഇത്രയാണ് മൊഡാൽ ഓക്സിലറി വെർബ്. ഈ ഓക്സിലറി മൊഡാൽ ഓക്സിലറി ഏത് കഴിഞ്ഞും ഒരു ഡാഷ് വന്നിട്ടുണ്ടെങ്കിൽ V1 ഉത്തരമായിട്ട് എഴുതുക. മൊഡാൽ ഓക്സിലറി വെർബ് പ്ലസ് V1 ബെയർ ഇൻഫിനിറ്റീവ് ആയിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? വില്ല്, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, യൂസ്ഡ് ടു, ഡയർ, നീഡ്, ought to കഴിഞ്ഞാൽ V1 ഉത്തരം. ചോദ്യം നോക്കിയേ, ഐ വിൽ ഡാഷ് ടു സ്കൂൾ. ഐ വിൽ ഡാഷ് ടു സ്കൂൾ. നോക്ക്, വിൽ എന്ന് പറയുന്നത് ഒരു മൊഡാൽ ഓക്സിലറി ആണ്. കഴിഞ്ഞ് V1. ഗോയുണ്ട്, ടു ഗോയുണ്ട്, വെന്റ് ഉണ്ട്, ഗോയിങ് ഉണ്ട്. ഉത്തരം ഏതാണ്? ഗോ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, രണ്ട് റൂളുകൾ ക്ലിയർ ആണല്ലോ. ഒന്ന് റാദർ ദാൻ, സൂണർ ദാൻ കഴിഞ്ഞാൽ V1. രണ്ടാമത്തത് മൊഡാൽ ഓക്സിലറി വെർബ് ഏത് കഴിഞ്ഞാലും V1 ഉത്തരമായിട്ട് വരുന്നു. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ബെയർ ഇൻഫിനിറ്റീവിന്റെ അഞ്ചാമത്തെ റൂളാണ്. നോക്കിയേ, മൂന്ന് വാക്കുകൾ ഒന്ന് പഠിക്കുക. ബട്ട്, എക്സെപ്റ്റ്, ദാൻ. മൂന്ന് വാക്കുകൾ ഏതൊക്കെയാണ്? ബട്ട്, എക്സെപ്റ്റ്, ദാൻ. കുട്ടികളെ ഈ മൂന്ന് വാക്കുകൾ കഴിഞ്ഞ് ഒരു ഡാഷ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എപ്പോഴും V1 ഉത്തരം. മൂന്ന് വാക്കുകൾ ഏതൊക്കെയാണ്? ബട്ട്, എക്സെപ്റ്റ്, ദാൻ പ്ലസ് V1. മറക്കരുത്. നോക്കിയേ, എക്സാമ്പിൾ, ഷീ ഡസ് നത്തിങ് ബട്ട് ഡാഷ്. ഷീ ഡസ് നത്തിങ് ബട്ട് ഡാഷ്. നോക്കിയേ, ബട്ട് കഴിഞ്ഞിട്ട് ഡാഷ് വന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഏത് ഉത്തരം എഴുതാം? V1 ഉത്തരമായിട്ട് എഴുതാം. ക്രൈ ഉണ്ട്, ടു ക്രൈ ഉണ്ട്, ക്രൈയിങ് ഉണ്ട്, ക്രൈഡ് ഉണ്ട്. ഏത് ഉത്തരം വരുന്നു? ക്രൈ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ മൂന്ന് വാക്കുകൾ ഏതൊക്കെയാണ്? ബട്ട്, എക്സെപ്റ്റ്, ദാൻ പ്ലസ് V1. അടുത്ത നമ്മൾ പഠിക്കുന്നത് ആറാമത്തെ റൂളാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയിൽ എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു റൂളാണ്. നോക്കി വയ്ക്കുക, ചില വാക്കുകൾ കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് രൂപം വന്നിട്ടുണ്ടെങ്കിൽ പ്രോനോണിന്റെ സബ്ജക്റ്റ് രൂപം വരാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് രൂപം വരാം. പ്രോനോൺ ഏതൊക്കെയാണ്? ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാമമായിട്ടുള്ള വാക്ക് വന്നാൽ തുടർന്ന് വരുന്നത് വെർബ് V1 ആയിരിക്കും. ആ വാക്കുകൾ ഒന്ന് പഠിക്കുക. ലെറ്റ്, മേക്ക്, മെയ്ഡ്, ബിഡ്. ഒന്നും കൂടെ പറഞ്ഞേ. ലെറ്റ്, രണ്ടാമത്തെ വാക്ക് മേക്ക്, മൂന്നാമത്തത് മെയ്ഡ്, അടുത്ത വാക്ക് ബിഡ്, അടുത്തത്
വാച്ച്, സീ, ഹിയർ. അടുത്ത വാക്കുകൾ ഏതൊക്കെയാണ്? വാച്ച്, സീ, ഹിയർ. അതുപോലെ ഫീല്, ഹെൽപ്പ്. ഫീല്, ഹെൽപ്പ്. അപ്പൊ വാക്കുകളൊന്ന് പറഞ്ഞേ. ലെറ്റ്, മേക്ക്, മെയ്ഡ്, ബിഡ്, വാച്ച്, സീ, ഹിയർ, ഫീൽ, ഹെൽപ്പ്. ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് കഴിഞ്ഞിട്ട് ഈ വാക്കിന്റെ ഒക്കെ V1 വരാം, എസ് ഓർ ES രൂപങ്ങൾ വരാം, അല്ലെങ്കിൽ അതിന്റെ V2 വരാം. ഇതിന്റെ ഏത് രൂപം വേണോ വരാം. V1 വരാം, അതുപോലെ എസ്സിൽ അവസാനിക്കുന്ന രൂപങ്ങൾ വരാം. ബോക്സ്, അല്ലെങ്കിൽ നമുക്ക് വാച്ചസ്, അതേപോലെ സീസ്, അതേപോലെ ഹിയേഴ്സ്, അതേപോലെ ലെറ്റ്സ്, അതേപോലെ മേക്സ്, അതേപോലെ ഫീൽസ്, അതുപോലെ ഹെൽപ്സ്. ഇങ്ങനെ എസ്സിൽ അവസാനിക്കുന്ന രൂപങ്ങൾ വരാം. അല്ലെങ്കിൽ ഏത് വരാം? V2 രൂപങ്ങൾ വരാം. ഇതിൽ ഏത് വേണോ വരാം. ഈ മൂന്നെണ്ണത്തിൽ ഏത് വേണോ വരാം. കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ്, എന്തെങ്കിലും ഒരു നൗൺ രൂപം, എന്തിന്റെങ്കിലും ഒരു പേരായ ശബ്ദം. അത് പ്രോനൗൺ ആയിരിക്കാം, അല്ലെങ്കിൽ നൗണുകളായിരിക്കാം. ഓക്കെ, ഇതിൽ ഏത് വന്നാലും പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നാമത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്ക്. ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന വെർബ് V1 ആയിരിക്കും. ഒന്ന് വാക്കുകൾ പറഞ്ഞ എങ്ങും കൂടെ. ലെറ്റ്, മേക്ക്, മെയ്ഡ്, ബിഡ്, വാച്ച്, സീ, ഹിയർ, ഫീൽ, ഹെൽപ്പ് പ്ലസ് സബ്ജക്റ്റ് ഓർ ഒബ്ജക്റ്റ് പ്ലസ് V1. ഓക്കെ, ചോദ്യം നോക്കിയേ. ലെറ്റ് ഹിം ഡാഷ് ഫോർ എ ജേർണി. ലെറ്റ് ഹിം ഡാഷ് ഫോർ എ ജേർണി. നോക്ക്, ലെറ്റ് വന്നിരിക്കുന്നു. അതേപോലെ അത് കഴിഞ്ഞിട്ട് ഹിം എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് രൂപമാണ് വന്നിട്ടുണ്ട്. തുടർന്ന് വരുന്ന വെർബ് എന്താണെന്ന് പറഞ്ഞു? V1. നോക്കി, ഗോയുണ്ട്, ടു ഗോയുണ്ട്, വെന്റ് ഉണ്ട്, ഗോയിങ് ഉണ്ട്. ഏതുത്തരം വരുന്നു? ഗോ അവിടെ ഉത്തരമായിട്ട് വരും. അപ്പൊ ഇതാണ് ബെയർ ഇൻഫിനിറ്റീവ്. അപ്പൊ ബെയർ ഇൻഫിനിറ്റീവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞു. ആകെ ഒരു 6 റൂളാണ് പറഞ്ഞത്. വളരെ എളുപ്പമാണ്. ഒന്ന് എന്നോടൊപ്പം പറഞ്ഞു നോക്കിയേ. വെർബിന്റെ V1 രൂപങ്ങളാണ് ബെയർ ഇൻഫിനിറ്റീവ്. ആദ്യത്തെ റൂൾ ഏതാണ്? ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, ഹാഡ് സൂൺ. കഴിഞ്ഞാൽ വെർബ് V1. ഹാഡ് മാറ്റിയിട്ട് ഉഡാക്കി പറയാൻ പറഞ്ഞു. എങ്കില് വാക്കുകൾ എങ്ങനെ കിട്ടും? ഉഡ് ബെറ്റർ, ഉഡ് റാദർ, ഉഡ് സൂൺ പ്ലസ് V1. ഈ ഉഡ് റാദറിന് മാത്രമായിട്ട് ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു. ഉഡ് റാദർ കഴിഞ്ഞിട്ട് യു അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ വെർബ് V2 എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് പറഞ്ഞത് റാദർ ദാൻ, സൂണർ ദാൻ കഴിഞ്ഞാൽ വെർബ് V1 ആണെന്ന് പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മൊഡാൽ ഓക്സിലറി ഏത് കഴിഞ്ഞാലും വെർബ് V1 ആണെന്ന് പറഞ്ഞു. ബട്ട്, എക്സെപ്റ്റ്, ദാൻ കഴിഞ്ഞാൽ വെർബ് V1. ലെറ്റ്, മേക്ക്, മെയ്ഡ്, ബിഡ്, വാച്ച്, സീ, ഹിയർ, ഫീൽ, ഹെൽപ്പ് കഴിഞ്ഞ് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് രൂപം വന്നാൽ വെർബ് V1 ആയിരിക്കും. ഇത്രയാണ് ബെയർ ഇൻഫിനിറ്റീവിന്റെ പ്രധാനപ്പെട്ട കാര്യം.